ടിനി ടോം അടുത്തിടെ പറഞ്ഞു, അവസാന കാലത്ത് പ്രേം നസീറിന് സിനിമകൾ ഇല്ലായിരുന്നു. ഉറ്റ സുഹൃത്തായ അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ പോയി ഇതേക്കുറിച്ചോർത്ത് അദ്ദേഹം കരയുമായിരുന്നു. ഇതൊക്കെയാണ് ടിനി ടോം പറഞ്ഞു വെച്ചത്. ടിനി ടോമിനിപ്പോൾ സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരമില്ല. ടിനി ടോം മലയാളത്തിൽ എന്ത് വ്യത്യസ്ത വേഷം ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ടിനി ടോം പ്രേം നസീറിനെ പോലെ താരമൂല്യമുള്ള സൂപ്പർ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പ്രേം നസീറിന് ഇന്നും സ്റ്റാർ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, പ്രത്യേകിച്ചും പടയോട്ടം, ഇരുട്ടിൻ്റെ ആത്മാവ്, അസുരവിത്ത്, മുറപ്പെണ്ണ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ന്യൂജൻ പ്രേക്ഷകരും ഇരുന്ന് കാണുന്നത്. തുലാഭാരം അടക്കമുള്ള ചിത്രങ്ങൾ, തുലാഭാരതത്തിലൊക്കെ നസീർ സാർ എന്തൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കണ്ണ് നിറയിക്കുന്ന പെർഫോമൻസ്. എന്തായാലും ടിനി ടോം പറയുന്നു നസീർ സാർ അവസാനം ഔട്ടായിരുന്നു. 1986 ശേഷം നസീർ സാറിന് അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അതിന് 2-3 ഘടകങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം, കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശം ഒരു ഘടകമായി മാറി. മാത്രമല്ല, പുതിയ തലമുറയിലെ നായകന്മാർ കരുത്തു കാട്ടി തുടങ്ങുകയും അവർക്ക് പിന്നാലെ മലയാള സിനിമ പോവുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ സാറിന് അവസരങ്ങൾ കുറഞ്ഞു എന്നല്ലാതെ സാറ് മലയാള സിനിമയിൽ നിന്നും ഔട്ടായിട്ടില്ല. സാറിന് പിന്നീട് സംവിധാനം ചെയ്യാനായിരുന്നു താല്പര്യം. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് ഓരോ സിനിമകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു സാറിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഡെന്നീസ് ജോസഫിൻ്റെ കയ്യിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതാനുള്ള അഡ്വാൻസ് കൊടുക്കുകയും ഡെന്നീസ് ജോസഫ് അതിൽ നിന്ന് ₹1 എടുത്ത ശേഷം ബാക്കി തുക മുഴുവനും പ്രേം നസീർ സാറിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തത് ഒരു സംഭവം. പ്രേം നസീർ മലയാള സിനിമയിൽ ഒരിക്കലും ഔട്ടായിട്ടില്ല. ടിനി ടോം പറയുന്നത് പോലെ ഒരു ചരിത്രം പ്രേം നസീറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. പ്രേം നസീർ ആണ് യഥാർത്ഥത്തിൽ തമിഴ് സിനിമയുടെ കടന്നുകയറ്റത്തെ മലയാളത്തിൽ നിന്ന് ചേർത്തത്. അത് ടിനി ടോമിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ടിനി ടോമെ MGR തരംഗമായി നിൽക്കുന്ന കാലം, MGR ചിത്രങ്ങൾക്കൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന കാലം, ആ സമയത്ത് MGR ചിത്രങ്ങൾക്കൊപ്പം പ്രേം നസീറിൻ്റെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കപ്പെട്ടു. MGR ചിത്രങ്ങൾക്കൊപ്പം തന്നെ ആൾക്കാർ പ്രേം നസീർ ചിത്രങ്ങൾ കാണാനും കയറി. അതാണ് പ്രേം നസീറിൻ്റെ മാഹാത്മ്യം. കണ്ണപ്പനുണ്ണിയും ആരോമലുണ്ണിയും അടക്കമുള്ള ചിത്രങ്ങളൊക്കെ MGR ചിത്രങ്ങളെ തകർക്കുന്ന ആക്ഷൻ ചിത്രങ്ങളാണ്. MGR നല്ല അഭ്യാസിയാണ്, ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ പ്രധാന ഘടകം തന്നെ സ്റ്റണ്ട് രംഗങ്ങളാണ്. പക്ഷേ MGRൻ്റെ കുതിപ്പിനെ മലയാളത്തിൽ തടഞ്ഞു നിർത്തിയത് പ്രേം നസീറാണ്. തെലുങ്കിൽ നാഗേശ്വര റാവുവും കർണാടകയിൽ ഡോക്ടർ രാജ്കുമാറും. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട് ടിനി ടോമെ. നിങ്ങൾ അറിയാതെ പോകുന്ന ചരിത്രം നിങ്ങളെ അറിയിക്കുവാനാണ് സിനിമാ കേരള ഇപ്പോൾ ശ്രമിക്കുന്നത്. മധുവിനെന്നും അന്നൊരു വലിയൊരു താരമൂല്യമില്ലായിരുന്നു. പക്ഷേ പ്രേം നസീറിന് അസാധ്യമായ ഒരു താരമൂല്യം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ MGR ചിത്രങ്ങൾ തൂത്തുവാരിയേനെ. MGR ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ മറ്റ് മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റാത്ത ഗതികേട് വന്നേനെ. അതിനെ തടഞ്ഞത് പ്രേം നസീറാണ്. ആർക്കും സാധിക്കാത്ത ഒരു പ്രതിഭാസം, ജയന് പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രതിഭാസം. പ്രേം നസീർ അരയും തലയും മുറുക്കി ഇറങ്ങിയപ്പോൾ തമിഴ് ചിത്രങ്ങൾ ഇവിടത്തെ മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. പ്രേം നസീറിൻ്റെ പടങ്ങൾ കാണാൻ ഇടിച്ചു കയറി. ഇനി അനശ്വര നടൻ ജയനെ വളർത്തിയതാരാ? പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ഇരുമ്പഴികൾ എന്ന ചിത്രത്തിൽ, പ്രേം നസീർ നായകനായ ഇരുമ്പഴികൾ എന്ന ചിത്രത്തിൽ മുഖത്ത് വൈരൂപ്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് ജയൻ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആരെയും ദോഷപ്പെടുത്തരുത് എന്നാഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രേം നസീർ. പല പുതുമുഖ നടന്മാരെയും ചവിട്ടി തേച്ചിട്ടുണ്ട് എന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മധുവൈപ്പന എഴുതിയിട്ടുണ്ട്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഒരു കാലത്ത് പ്രേം നസീർ ആരായിരുന്നു എന്ന് ടിനി ടോം മനസ്സിലാക്കണം. നിർമ്മാതാവിന് താൻ നായകനായ ഒരു സിനിമ നിർമ്മിച്ച് പണം നഷ്ടപ്പെട്ടാൽ അടുത്ത ഡേറ്റ് അദ്ദേഹത്തിന് ഫ്രീ ആയി കൊടുക്കുന്ന ഉദാര മനസ്കനായിരുന്നു പ്രേം നസീർ.
ഇവിടെ ഉത്തരം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ MT മമ്മൂട്ടി, പവിത്രൻ തുടങ്ങിയവർ ഒരുക്കിയ ഉത്തരം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ആത്മഹത്യ ചെയ്തു. ആരറിഞ്ഞു അത്? ദുബായ് എന്ന ചിത്രമെടുത്ത് VBK മേനോൻ കടക്കാരനായി മാറി. ആരറിഞ്ഞു അത്? വന്ദനം എന്ന ചിത്രമെടുത്ത് PKR പിള്ള കിടപ്പിലായി. ആരറിഞ്ഞു അത്? ഏതെങ്കിലും സൂപ്പർ താരങ്ങൾ അവർക്ക് കൈനീട്ടം നൽകിയോ? അവരെ സഹായിച്ചോ? സഹായിച്ചിരിക്കാം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല. ആ നിർമ്മാതാവിനെ നിലനിർത്തേണ്ടത് പ്രേംനസീറിന്റെ ആവശ്യമായിരുന്നു. നിർമ്മാതാവാണ് സിനിമ എന്നതായിരുന്നു പ്രേംനസീറിന്റെ സങ്കല്പം. ആ സങ്കല്പമായിരുന്നു പ്രേംനസീറിനെ മുന്നോട്ട് നയിച്ചത്. പ്രേംനസീറിനെ അപമാനിക്കാനും പ്രേംനസീറിനെ കുറ്റം പറയാനും 10 ജന്മമെടുക്കണം ടിനി ടോമേ. ഇവിടെ MGR ചിത്രങ്ങൾ തരംഗമായ ഒരു കാലമുണ്ടായിരുന്നു. റിക്ഷാക്കാരനും മറ്റുമൊക്കെ, ഉലകം ചുറ്റും വാലിബനും ഒക്കെ. അവിടെ തരംഗമായ കാലത്ത് രക്തപുഷ്പാഞ്ജലിയും അങ്ങനെയുള്ള കുറേ ചിത്രങ്ങളുമായി പ്രേംനസീർ കേരളത്തിൽ ശക്തമായ ഒരു പ്രതിരോധം തീർത്തു. പ്രേംനസീറും MGRും തമ്മിൽ നല്ല ബന്ധത്തിലുമായിരുന്നു. പക്ഷേ MGR തന്നെ പറഞ്ഞിരുന്നു ഒരു വാക്ക്: മലയാളത്തിൽ പ്രേംനസീർ ഉള്ളിടത്തോളം കാലം മലയാളത്തിൽ തൻ്റെ സിനിമ ഒരു പരിധിക്കപ്പുറം കളക്ട് ചെയ്യില്ല. കാരണം മലയാളികൾക്കെല്ലാം ആവശ്യം പ്രേംനസീറിനെയാണ്. 20ഓളം തമിഴ് സിനിമകളിൽ പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ട്. ആ 20ൽ 15ഉം സാമ്പത്തികപരമായി വിജയം നേടിയ ചിത്രങ്ങളാണ്. ഇതൊക്കെ പ്രേംനസീറിന്റെ അറിയപ്പെടാത്ത ചരിത്രമാണ്. ഈ ചരിത്രമൊക്കെ പഠിച്ചതിന് ശേഷം വേണം പ്രേംനസീറിനെ അപമാനിക്കാൻ. ഈ ചരിത്രമൊക്കെ പഠിച്ചതിന് ശേഷം വേണം പ്രേംനസീറിനെ പറ്റി 10 വാക്ക് പറയാൻ. ടിനി ടോം 10 പേർ അറിയുന്ന നടനാണ്. 10 പേർ അറിയുന്ന നടനെന്ന നിലയ്ക്ക് പ്രേംനസീറിനെ പോലെയുള്ള ഒരു മഹാമേരുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ പ്രേംനസീർ എന്ന മഹാമേരുവിനെ നിങ്ങൾക്കുള്ള കേട്ടറിവ് വെച്ച് എന്തെങ്കിലും പറയുമ്പോൾ, അത് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ, ഇപ്പോഴത്തെ തലമുറയ്ക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആ കൺഫ്യൂഷൻ തീർക്കാനാണ് ഞാൻ വന്നത്. MGRന്റെ പടയോട്ടത്തെ കേരളത്തിൽ തടഞ്ഞു നിർത്തിയ പ്രേംനസീർ, കണ്ണപ്പനുണ്ണി, ആരോമലുണ്ണി, തച്ചോളി അമ്പു, നാഗമടത്ത് തമ്പുരാട്ടി തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങൾ, പടയോട്ടമടക്കമുള്ള പ്രതികാര ജ്വാലയാൽ നീറുന്ന നായകന്റെ ചിത്രങ്ങൾ. പ്രേംനസീർ ശുഭ യൗവനത്തിന്റെ പ്രതിനിധി തന്നെയായിരുന്നു. സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രം നോക്കിയാൽ മതി, ശുഭ യൗവനത്തിന്റെ പ്രതിനിധി. നല്ലൊരു ഹാസ്യ നടൻ കൂടിയായിരുന്നു പ്രേംനസീർ. ഭൂമി ദേവി പുഷ്പിണിയായി എന്ന ചിത്രം കണ്ടു നോക്കിയാൽ മതി, അല്ലെങ്കിൽ അയൽവാസി ഒരു ദരിദ്രവാസി എന്ന ചിത്രം കണ്ടു നോക്കിയാൽ മതി. അദ്ദേഹം നല്ല നടനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നടന വൈഭവത്തെ ചൂഷണം ചെയ്യാൻ ആർക്കും പറ്റിയില്ല, അല്ലെങ്കിൽ സംവിധായകർ അതിന് തുനിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യം. കാര്യനിസാരം എന്ന ബാലേന്ദ്ര മേനോൻ ചിത്രത്തിൽ നായകനായ ബാലേന്ദ്ര മേനോനേക്കാളും ഷൈൻ ചെയ്യുന്നത് പ്രേംനസീറാണ്. കേസില്ലാത്ത വക്കീലിന്റെ വേഷം എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. മധുവിനോ ജയനോ സോമനോ സുകുമാരനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ടിനി ടോം പറയാം, പക്ഷേ പുറത്തുവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആയുധങ്ങൾ തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്.